കിഫ്ബിയിൽ നിന്നും 1,30,00,000 രൂപ ചെലവാക്കിക്കൊണ്ട് നിർമ്മിക്കുന്ന മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മണലൂർ എംഎൽഎ മുരളി പെരുന്നെല്ലി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വി.എൻ. സുർജിത്ത് അധ്യക്ഷത വഹിച്ചു. പി.ടി.എ പ്രസിഡന്റ് രാകേഷ് കണിയാമ്പറമ്പിൽ, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പുഷ്പ വിശ്വംഭരൻ, പ്രിൻസിപ്പാൾ ജിജി.പി. ബാലകൃഷ്ണൻ, പ്രധാനാധ്യാപിക ടെസി റോസ് മുണ്ടശ്ശേരി, എൽ.പി. സ്കൂൾ പ്രധാനാധ്യാപിക സി.എൽ. ജോസി, എം.ആർ. മോഹനൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ വാണി അനൂപ്, ഗിരീഷ് ചെറിയത്ത്, സുനിത സുനോജ് എന്നിവർ സംസാരിച്ചു. പ്രശ്നങ്ങളുണ്ട്. കെട്ടിടത്തിന് ഒരു ഫണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അത് MLA ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കിഫ്ബി സുഹൃത്ത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സംസ്ഥാന സർക്കാരിന് പ്രവർത്തിക്കാൻ വേണ്ടി എന്ത് വേണം? ഏത് ഗവൺമെൻറ് ആകട്ടെ, പ്രവർത്തിക്കണമെങ്കിൽ പണം വേണം. തൊട്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പണമുണ്ടാക്കാൻ 3 മാർഗ്ഗമുള്ളൂ. കക്കാൻ പറ്റില്ലല്ലോ, കൊള്ള ചെയ്യാൻ പറ്റും. സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് 3 മാർഗ്ഗമാണ്. നമുക്കറിയാം നമ്മുടെ ഭരണഘടന. ആ ഭരണഘടനയെ ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുക ചിലരിപ്പോൾ. ആ ഭരണഘടന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആമുഖം തന്നെ പറയുന്നത് എന്താണ്? ഇന്ത്യയെപ്പറ്റി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ. ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ എങ്കിൽ കേരളം ഈ സംസ്ഥാനത്തിൽ പെട്ടതല്ലേ എന്ന് സാധാരണക്കാർക്ക് തോന്നലുണ്ടാക്കുന്ന വിധത്തിലാണ് കേന്ദ്രം മുന്നോട്ട് പോകുന്നത്.